കാട്ടാക്കടയിലെ ആദിശേഖർ വധക്കേസിലെ പ്രതി പ്രിയരഞ്ജന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. കേസിലെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് എം സുന്ദരേഷ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിൽ വഞ്ചിയൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി പ്രിയരഞ്ജന് ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. ഹൈക്കോടതി ശിക്ഷാവിധി തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നാണ് പ്രതി സുപ്രീംകോടതിയെ സമീപിച്ചത്. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ 15 വയസ്സുള്ള ആദിശേഖരനെയാണ് പ്രതിയായ പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. പൂവച്ചൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ മൂത്രമൊഴിച്ചത് ഈ കുട്ടി ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കാരണം. 2023 ആഗസ്റ്റ് 30 വൈകിട്ട് വീടിന് സമീപത്തെ റോഡിലാണ് സംഭവം നടക്കുന്നത്. ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ സൈക്കിളിൽ കയറാൻ ആദിശേഖർ ശ്രമിക്കുന്നതിനിടെ പിന്നിലൂടെ കാറിലെത്തിയ പ്രതി ഇടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. ഇതാണ് പ്രോസിക്യൂഷൻ കേസ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കോൺസൽ ജെയിംസ് പി തോമസ് ആണ് ഹാജരായത്. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ് നിർണായക തെളിവായി മാറിയത്. ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ സൈക്കിളിൽ കയറുമ്പോൾ പ്രിയരഞ്ജൻ അമിത വേഗത്തിൽ കുട്ടിയുടെ നേർക്ക് കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് കേസ്. സംഭവം നടക്കുമ്പോൾ ആദിശേഖരന്റെ ഒപ്പമുണ്ടായിരുന്ന നീരജ്, അച്ചു, അഭിജയ് എന്നിവരെയും കേസിൽ വിസ്തരിച്ചിരുന്നു. സാക്ഷികൾ പ്രതിയായ പ്രിയരഞ്ജനെ കോടതിയിൽ വെച്ച് തിരിച്ചറിഞ്ഞിരുന്നു. സംഭവ ദിവസം കളി കഴിഞ്ഞ് ക്ലബ് റൂമിൽ ഫുട്ബോൾ വെക്കുന്നതിനായി ആദിശേഖരനോടൊപ്പം പോയെന്നും തിരികെ വന്ന് സൈക്കിളിൽ കയറിപ്പോയാണ് പ്രിയരഞ്ജൻ കാർ എടുപ്പിച്ചതെന്നും നീരജ് മൊഴി നൽകിയിരുന്നു. വലിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയരഞ്ജൻ കാർ നിർത്തിയിട്ട് പുറത്തിറങ്ങുന്നത് കണ്ടുവെന്ന് അച്ചുവും മൊഴി നൽകി. രക്തത്തിൽ കുളിച്ചു കിടന്ന ആദിയെ താനും കൂടി ചേർന്നാണ് പുറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് അഭിജയും മൊഴി നൽകിയിരുന്നു. എന്നാൽ ആദിശേഖരനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം പ്രിയരഞ്ജന് ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷക സീന മാധവൻ നായർ വാദിച്ചു. കാറിന്റെ നിയന്ത്രണം വിട്ട് കുട്ടിയെ ഇടിച്ചാണ് മരണമുണ്ടായതെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. വിചാരണ കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണെന്നും അതിൽ തീർപ്പ് ഉണ്ടാകുന്നവരെ ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷക ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതോടെ പ്രിയരഞ്ജൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. കേസ് സുപ്രീംകോടതി പിന്നീട് വീണ്ടും പരിഗണിക്കും. ഈ സംഭവം നാടിനെ മുഴുവൻ നടുക്കിയിരുന്നു. ഇപ്പോഴത്തെ വിധിയിൽ കുടുംബവും നാട്ടുകാരും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. കാറിടിച്ചുണ്ടായ അപകടമാണെങ്കിൽ പ്രതി ഒളിവിൽ പോകേണ്ട കാര്യമില്ലല്ലോ. 13 ദിവസമാണ് തമിഴ്നാട്ടിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. അപകടം നടന്ന സമയത്ത് പ്രതി വാഹനം റോഡിന് കുറുകെയിട്ട് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിലെത്തി കുട്ടി മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രതി വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ക്രൂര മനസ്സ് ഉള്ളവർക്ക് മാത്രമേ ഇത്ര നിസ്സാര കാര്യത്തിന് വിദ്വേഷം മനസ്സിൽ വെച്ച് നടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആദിശേഖരന്റെ പിതാവ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അന്ന് പുറത്തു വന്ന വീഡിയോയിൽ പ്രിയരഞ്ജൻ ആ കുട്ടിയെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി വണ്ടി ഓടിക്കുന്നത് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അല്പം വൈകിട്ടാണെങ്കിലും ആദിശേഖരന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.